ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പാത്തോളജിയിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമായിട്ടുള്ള ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം നമ്മുടെ ലിവറിലോട്ട് ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കൂടുതലായിട്ടുള്ള നമ്മുടെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കാരണം, അതേപോലെ തന്നെ നമ്മുടെ ലിവർ സെല്ലിന് ഡാമേജ് കാരണമാണ് ഇത് മെയിൻലി സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ എറ്റിയോളജി എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഫാറ്റ് സെൽസ് പറഞ്ഞ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത്, ഒന്ന് നമ്മൾ ഡയബറ്റിസ് കാരണം, അതേപോലെ തന്നെ ഒബിസിറ്റി, നമ്മുടെ പൊണ്ണത്തടി, കൂടുതലായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഒബിസിറ്റി കാരണം, അതേപോലെ തന്നെ ഡയബറ്റിസ് കാരണമാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ എക്സസൈഡ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇനി ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ലിവർ സെൽ ഡാമേജ് ആവുന്നത്? ലിവർ സെൽ ഡാമേജ് എന്നൊന്ന് നമ്മൾ സ്റ്റാർവേഷൻ, അതേപോലെ തന്നെ നമ്മൾ അക്യൂട്ടായിട്ടുള്ള ഫാറ്റി ലിവർ ആണ് ഇൻ പ്രഗ്നൻസിയുടെ കേസിൽ, അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ, ഹൈപ്പോക്സിയ, പിന്നെ പറയുന്നതാണ് ഹെപ്പറ്റോടോക്സിൻസ്. ഈ ഒരു കേസിലാണ് കൂടുതലായിട്ട് നമ്മുടെ ലിവർ സെല്ലുകൾ മൊത്തത്തിൽ ഡാമേജ് ആവുന്നത്. അതിൻ്റെ മോർഫോളജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണാനായിട്ട് നമ്മൾ ലിവർ എൻലാർജ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഗ്രീസി ടു ടച്ച് ആയിരിക്കും, അതുപോലെ പേൽ യെല്ലോ നിറത്തിലായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മൈക്രോ വെസിക്കുലാസ് ഉണ്ട്, മാക്രോ വെസിക്കുലാസ് ഉണ്ട്. മൈക്രോ വെസിക്കുലാസ് എന്ന് പറയുന്നത് വാക്യൂൾസ് ചെറുതായിരിക്കും, അത് എന്തായിരിക്കും നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കും, അതാണ് മൈക്രോ. മാക്രോ എന്ന് പറയുന്നത് ഈ വാക്യൂൾസ് കൂടി ചേർന്ന് വലിയൊരു മാസമായി മാറിയിട്ട് നമ്മുടെ ന്യൂക്ലിയസിനെ പെരിഫറിയിലോട്ട് പുഷ് ചെയ്യിപ്പിക്കും, അതിനാണ് നമ്മൾ മാക്രോ വെസിക്കുലർ എന്ന് മെയിൻലി പറയുന്നത്. ഇനി നമ്മൾ ലിപ്പിഡ് വാക്യൂൾസ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ലിപ്പിഡ് നിറഞ്ഞിട്ടുള്ള വാക്യൂൾസ് ചില സമയത്ത് കൊളാപ്സ് ചെയ്തിട്ട് അതൊരു സിസ്റ്റായിട്ട് മാറും, അത് നമ്മൾ പറയുമ്പോൾ ഫാറ്റി സിസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഈ ലിപ്പിഡ്സ് കൂടുതലായിട്ട് ഓവർഫ്ലോ ചെയ്യുമല്ലോ, ആ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് ലിംഫോസൈറ്റുകളും മാക്രോഫേജസും വന്നിട്ട് ഇവരെ മൊത്തത്തിൽ കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് ലിപ്പോ ഗ്രാനുലോമ എന്ന് പറയുന്ന സംഭവം. പിന്നെ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ ചില സാഹചര്യങ്ങൾ നമ്മളെ ഫാറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, ഒരു വൈറ്റ് കളറിലൊക്കെയാണ് കാണുന്നുണ്ടാവുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ ചില സ്റ്റെയിൻസ് ഉപയോഗിക്കും, അതാണ് സ്റ്റുഡൻറ്റ് സ്റ്റെയിനും സ്റ്റുഡൻറ്റ് ഡൈസും ഓസ്മിക് ഡൈസ് ആൻഡ് ഓയിൽ റെഡ് എന്ന് പറയുന്ന 3 സ്റ്റെയിനുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫാറ്റ് ലിവർ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് നമ്മൾ പറയാം, അതെങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കൂടുതലായിട്ട് ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കാരണം, അതേപോലെ ലിവർ സെൽ ഡാമേജ് ആണ്, അതിനെ കോസ് ചെയ്യുന്ന കാരണങ്ങളായുള്ള ഒബിസിറ്റി, ഡയബറ്റിസ് പറഞ്ഞു, പിന്നെ സ്റ്റാർവേഷൻ, അക്യൂട്ടായിട്ടുള്ള ഫാറ്റി ലിവർ ഇൻ പ്രഗ്നൻസി, അതേപോലെ തന്നെ പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷനെ കുറിച്ച് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഹെപ്പറ്റോ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൈപ്പോക്സിയ, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് മെയിൻലി നമ്മുടെ ലിവർ സെൽസ് ഡാമേജ് ആവുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള അവരുടെ മോർഫോളജി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രോസ്ലി കാണാൻ, അവർ എൻലാർജ്ഡ് ആണ്, ഗ്രീസി ടു ടച്ച് ആണ്, യെല്ലോ കളറിലായിട്ടാണ്, പേര് യെല്ലോ കളറിലാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ പറയാം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ മൈക്രോ വെസിക്കിൾസ്, മാക്രോ വെസിക്കിൾസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫാറ്റി സിസ്റ്റ് പറഞ്ഞു, ലിപ്പിഡ് വാക്യൂൾസ് കൊളാപ്സ് ആവുന്ന കാര്യത്തിലുണ്ടാവുന്നത്. പിന്നെ ഇവർ ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സാധനമാണ് ലിപ്പോ ഗ്രാനുലോമ. പിന്നെ നമ്മൾ പറയുന്നത് ചില സ്റ്റെയിനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ ഈ പറഞ്ഞ ഈ ഫാറ്റി ലിവറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണപ്പെടുന്ന ഫാറ്റി ലിവറിൻ്റെ ചിത്രം. സോ ഈ സാധനമാണ് നമ്മുടെ ഫാറ്റി സിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലിപ്പിഡ് വാക്യൂൾസ് കൊളാപ്സ് ചെയ്തിട്ടുണ്ടാകുന്ന സാധനമാണ് ഈ ഫാറ്റി സിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് മൈക്രോ വെസിക്കിൾസ് ആൻഡ് ഇതാണ് മാക്രോ വെസിക്കിൾ. മൈക്രോ വെസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ നമ്മുടെ വളരെ ചെറുതായിട്ടാണ് വാക്യൂൾസ് കാണുക, ഇവർ നമ്മുടെ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യിപ്പിക്കും. മാക്രോ വാക്യൂൾസ് കൂടി ചേർന്നിട്ടൊരു വലിയ ലാർജ് മാസമായിട്ട് മാറും, അവർ ന്യൂക്ലിയസിനെ പെരിഫറിയിലോട്ട് പുഷ് ചെയ്യിപ്പിക്കും. ഇത് പോർട്ടൽ ട്രയാഡാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്, പോർട്ടൽ ട്രയാഡാണെന്ന് പറയാം. ഇത് സെൻട്രൽ വെയിൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്ന ചിത്രം വരയ്ക്കുമ്പോൾ.